ഓക്കെ എവ്രി വൺ, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ IELTS-ൻ്റെ റീഡിംഗ് മോഡ്യൂൾ, ലിസണിങ് മോഡ്യൂളിനെയൊക്കെ പറ്റി സംസാരിച്ചില്ലേ? അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ്, പിന്നെ സ്ട്രാറ്റജീസ്, അങ്ങനെയൊക്കെ. നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. IELTS സ്പീക്കിംഗ് മോഡ്യൂൾ ക്വസ്റ്റ്യൻ ടൈപ്സ്. ഹായ് ഗൈസ്, എൻ്റെ പേര് വിദ്യ. വെൽക്കം ടു ഇംഗ്ലീഷ് എവ്രി ഡേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയും പിന്നെ IELTS PT പോലത്തെ എക്സാംസിനൊക്കെ ഒരു നല്ല സ്കോർ എങ്ങനെ അച്ചീവ് ചെയ്യാം അതിനെയൊക്കെ പറ്റിയിട്ടാണ് സംസാരിക്കാറ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം IELTS റിലേറ്റഡ് ടോപ്പിക്സ് ചെയ്തിട്ട് PTയും കൂടെ ആഡ് ചെയ്യും. പിന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന IELTS-ൻ്റെ സ്പീക്കിംഗ് മോഡ്യൂളിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ടൈപ്സിനെ പറ്റിയാണ്. സ്പീക്കിംഗ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും 3 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് സെക്ഷൻ ഇൻട്രൊഡക്ഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. പിന്നെ സെക്കൻഡ് സെക്ഷൻ ലോങ് ടേൺ, നമുക്കൊരു ടോപ്പിക്ക് തരും, ഒരു 1 or 2 minutes അതിനെപ്പറ്റി സംസാരിക്കുക, 1 minute പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. പിന്നെ തേർഡ് സെക്ഷനിൽ നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ സംസാരിച്ചത് അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ. പിന്നെ ഫസ്റ്റ് 2 വീഡിയോസ് ഇല്ലേ ഈ സീരീസിൻ്റെ, അതിൽ നമുക്ക് സെക്ഷൻ 1-ൽ വരാവുന്ന ക്വസ്റ്റ്യൻ ടൈപ്സിനെ പറ്റി സംസാരിക്കാം. കാരണം ആ സെക്ഷൻ 1-ൽ തന്നെ ഒരു 20 to 30 കാറ്റഗറീസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള. അത് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മെയിൻ 10 കാറ്റഗറീസ് നമുക്ക് കവർ ചെയ്യാം. അതിലുള്ള 5 കാറ്റഗറീസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ 1 word ആയിട്ടൊന്നും ആൻസർ പറയാൻ പാടില്ല. എപ്പോഴും ഫുൾ സെൻറ്റൻസ് ആയിട്ട് ആൻസർ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് കാറ്റഗറി വർക്ക്. അപ്പോൾ നമുക്ക് വർക്ക് കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കാം. വരാൻ സാധ്യതയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ്, ഡു യു വർക്ക് ഓർ സ്റ്റഡി? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉത്തരം പറയാം: ഐ ഗ്രാജുവേറ്റഡ് എ ഫ്യൂ ഇയേഴ്സ് അഗോ ആൻഡ് നൗ ഐ വർക്ക് ഫുൾ ടൈം. പിന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ജോബ്? ഇതിൽ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ പറയുക, പിന്നെ നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുക, പിന്നെ നമ്മൾ ഏത് സിറ്റിയിലാണെന്നും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ടൈപ്പ്, വൈ ഡിഡ് യു ചൂസ് ദാറ്റ് ജോബ്? നമ്മളിവിടെ എന്തുകൊണ്ടാണ് ആ ജോബ് ചൂസ് ചെയ്തതെന്ന് പറയുക. പിന്നെ ഡു യു എൻജോയ് യുവർ ജോബ്? ഡു യു ഗെറ്റ് ഓൺ വെൽ വിത്ത് യുവർ co-workers? What was your first day at work like? What responsibilities do you have at work? Would you like to change your job in the future? What is your typical day like at work? What would you change about your job? ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ശരിക്കുള്ള ലൈഫ് സിറ്റുവേഷനെ പറ്റിയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യുക, പക്ഷെ ആൻസേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനോ ബൈ ഹാർട്ട് ചെയ്യാനോ ഒന്നും നോക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മാക്സിമം നാച്ചുറൽ ആയിട്ട് സൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു സ്കോർ കിട്ടാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് കാറ്റഗറി ഇസ് സ്റ്റഡി. നമുക്ക് ഈ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഡു യു വർക്ക് ഓർ സ്റ്റഡി? നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഉത്തരം പറയാം: ഐ എം കറൻ്റ്ലി എ സ്റ്റുഡൻറ്റ് അറ്റ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ഇൻ ദ സിറ്റി ക്യാമ്പസ് ഹിയർ ഇൻ പാരമാറ്റ. ഇവിടെ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏത് ക്യാമ്പസ് ആണെന്നും പിന്നെ സിറ്റിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു സ്റ്റഡി? നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് പറയുക, അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ സബ്ജക്റ്റ് ചൂസ് ചെയ്തതെന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് എ പോപ്പുലർ സബ്ജക്റ്റ് അറ്റ് യുവർ യൂണിവേഴ്സിറ്റി? നമ്മൾ ആണോ അല്ലയോ എന്ന് പറയുക, പിന്നെ ആ ആൻസർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഇൻഫർമേഷനും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡു യു എൻജോയ് സ്റ്റഡിയിങ് ഇറ്റ്? അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പറയാം, അത് എന്തുകൊണ്ടാണെന്ന് പറയാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: അതിൽ ചില പാർട്സ് എനിക്കിഷ്ടമാണ്, ചില പാർട്സ് ഞാൻ അത്രയ്ക്ക് എൻജോയ് ചെയ്യാറില്ല പഠിക്കുമ്പോൾ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഡു യു ഗെറ്റ് അലോങ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്? നമ്മൾ അതിന് ആൻസർ ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ, ഷോപ്പിംഗ് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു കുഡ് ചേഞ്ച് ടു അനദർ സബ്ജക്റ്റ്, വാട്ട് കുഡ് ഇറ്റ് ബി?
അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ വേറൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ പേര് പറയാം, അത് എന്തുകൊണ്ടാണെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു പ്ലാൻ ടു യൂസ് ദ സബ്ജക്റ്റ് യു ആർ സ്റ്റഡിങ് ഇൻ യുവർ ഫ്യൂച്ചർ? നമ്മൾ ആണോ അല്ലയോ എന്ന് പറയാം. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ എന്താ പ്ലാൻ ചെയ്യുന്നത് അതും കൂടെ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് യുവർ സബ്ജക്റ്റ്? അത് നമ്മൾ എന്താണെന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് യു ലൈക്ക് ടു സ്റ്റഡി ഇൻ ഫ്യൂച്ചർ? നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഈ പഠിക്കുന്നതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു ചൂസ് യുവർ യൂണിവേഴ്സിറ്റി? നമ്മൾ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള റീസൺ പറയാം. തേർഡ് കാറ്റഗറി ഇസ് ഹോം ടൗൺ. ഈ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, വേർ ഇസ് യുവർ ഹോം ടൗൺ? നമ്മൾ എവിടെയാണ് ഹോം ടൗൺ എന്ന് പറയുക, പിന്നെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, ഐ എം ഫ്രം കൊച്ചി, എ വെരി ഹാപ്പനിങ് സിറ്റി ഇൻ കേരള, വിച്ച് ഇസ് ദ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ഇറ്റ്? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു നോട്ട് ലൈക്ക് അബൌട്ട് ഇറ്റ്? അപ്പോൾ നമ്മളിവിടെ എന്താണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് പറയുക, അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറയുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് യുവർ ഹോം ടൗൺ? നമ്മളിവിടെ നമ്മുടെ ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഹോം ടൗൺ ഏതാണെന്ന് ഒബ്വിയസ്ലി പറയണം, പക്ഷേ അതിനെപ്പറ്റി കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഡു മെനി പീപ്പിൾ വിസിറ്റ് യുവർ ടൗൺ? പിന്നെ, is there any way your hometown could be made better? Eighth type of question, how has your hometown changed over the years? Pinne, are there good transportation links to your town? 10th type of question, would you recommend the town to people with children? Next category is your home. നമ്മൾ താമസിക്കുന്ന വീട്. ഈ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, വേർ ഡു യു ലിവ്? നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുക, സിറ്റിയിലാണോ അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസും കൂടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലിവ് ഇൻ എ ഹൗസ് ഓർ എ ഫ്ലാറ്റ്? നമ്മൾ എങ്ങനത്തെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയുക, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ലിവ് ഇൻ എ 2-bedroom ഫ്ലാറ്റ് ഓൺ ദ 10th floor ഓഫ് എ ബിഗ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്. അല്ലെങ്കിൽ I live in a 2-bedroom independent house because I like to have a backyard. Okay. Third type of question, who do you live with? Fourth type of question, is it a big place? അപ്പോൾ നമ്മൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് റൂം? നമ്മൾ ഏത് റൂമാണെന്ന് പറയാം, എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. Sixth type of question, how is your apartment or home decorated? അത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം, പിന്നെ നമ്മുടെ ഡെക്കറേഷൻ റിലേറ്റഡ് ടേസ്റ്റ് എന്താണെന്ന് പറയാം. Seventh type of question, is there anything you would like to change about your apartment or home? Eighth type of question, do you plan to live there for a long time? Ninth type of question, do you have a garden? ഉണ്ടോ ഇല്ലേ എന്ന് പറയാം, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുക. 10th type of question, are there many amenities? Okay, fifth category is fashion. ഇനി ഈ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, do you care about fashion? Second type of question, what kind of things do you normally wear? Are there any traditional clothes in your country? ഉണ്ടോ എന്ന് പറയാം, പിന്നെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ, where do you usually purchase your clothes? Fifth type of question, have you bought clothes online? Sixth type of question, do people in your country think fashion is important? Seventh type of question, what is your favorite item of clothing? അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 10 മെയിൻ കാറ്റഗറീസ് ഇല്ലേ, അതിലുള്ള ആദ്യത്തെ 5 കാറ്റഗറീസ്. നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ സാമ്പിൾ ആൻസേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു നല്ല ഐഡിയ കിട്ടും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
Bye.